ദിനേശ എനിക്ക് നിന്റെ ഡ്രസ്സും കൂടെ ഊരി തന്നെ. നിനക്ക് വേറെ എന്തെങ്കിലും തിരുമ്പാണ്ടോ? സ്കൂളിലേക്ക് ഇടാനുള്ള ഷർട്ട് ഞാൻ തേച്ചിട്ട് മേശേന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. ദൂരത്താ അവിടെ തേങ്ങ വലിക്കാൻ ആള് വന്നിട്ടുണ്ട്. തിരുമ്പല് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. നീക്ക് ചെക്കാ എന്താന്ന് പരിപാടിയാണ്. സ്വപ്നമായിരുന്നു എന്റെ ജീവിതം. എന്തായാലും ഇങ്ങനെ നശിച്ചു. ഞാൻ എന്റെ സ്വപ്നത്തിലെങ്കിലും മര്യാദക്ക് ജീവിക്കട്ടെ. ഇങ്ങനെ ഓരോ വേണ്ടാത്ത സ്വപ്നം കണ്ടിട്ടാ നിന്റെ അച്ഛൻ നേരത്തെ മേലേക്ക് പോയത്. അങ്ങേരുണ്ടാക്കി വെച്ച കട നീ അടുത്ത കാലത്തല്ലേ വീട്ടിൽ തീർത്ത്. എന്റെ പാവ അച്ഛൻ. നല്ല കുറച്ചാളും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അതെ, അനക്കെന്താ സ്കൂളിൽ പോവാല്ലേ? എന്താ ഡേറ്റ്? 13-ാം തീയതി. 13-ാം തീയതിയാ? ആ 13 തിങ്കളാഴ്ച. ഒരു തേങ്ങ അങ്ങോട്ട് തീർച്ചിട്ടുണ്ട് മോളെ, അതും എടുത്തോ. പത്ത് മണിക്ക് കഴിക്കാൻ ഞാൻ 2 ഇഡ്ഡലി വെച്ചിട്ടുണ്ട് കേട്ടാ. പയ്യന്നെ നടന്നാലല്ലേ എന്നെ കിട്ടൂ. ആകെ ഞാനൊരു കേട്ടക്കാരുണ്ട്. 100 ഞാൻ എത്തുന്നു. എന്തെന്നാ പണിക്കാരിന്ന് വരുമോ മോനെ? ഇന്നുണ്ടാവില്ല അമ്മ, നാളെ ആയിരിക്കും ചിലപ്പോ. ഓ നാളെ ഉള്ളൂ. അത് അങ്ങോട്ടേക്ക് ഭക്ഷണം വേണമെങ്കിൽ പറയാം. അമ്മേ എപ്പ തുടങ്ങിയതാ? എന്തെങ്കിലും ഒന്ന് വന്ന് കഴിച്ചൂടെ? ഞോള വക കഴിപ്പിക്കേ. ഒരു സർവീസ് ഇപ്പൊ കഴിഞ്ഞല്ലോ. ഒന്ന് അവിടെ എവിടെയെങ്കിലും വെറുതെ ഇരുന്നൂടെ? എന്റെ പാട് നോക്കി പോടാ. എന്റെ 10 രൂപ ചാക്കിന്റെ പൈസ കയ്യിൽ കെട്ടി തൂക്കിയേക്കുന്നത്. ആരോടാ പറയുന്ന മോനെ? പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അനുസരിക്കണ്ടേ? നല്ല ടീമാ എല്ലാവരും. എന്റെ കയ്യിൽ എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാം അടുത്ത പരിപാടി ഒപ്പിക്കാൻ. അതിന് എന്റെ ക്ഷേമ പെൻഷൻ അല്ലടാ വാങ്ങുന്നത്. അതെ, ആശുപത്രി ചെലവ് കഴിഞ്ഞ് ബാക്കി ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് പറയുന്ന യുവാ നോക്ക്. കേട്ടോ വന്നിട്ടാണേ. കൂലിന്റെ കാര്യല്ലേ, അത് കുഴപ്പമില്ലടാ. കഴിഞ്ഞ പ്രാവശ്യത്തോട് കണക്കാക്കി ഞാൻ തേങ്ങ എടുത്തിന്. മോനെ ഈ പോയി വരുമ്പത്തിന് വെറ്റിലയും പുകയിലും കൊണ്ടുവരണേ. ഒക്കെ തീർന്നില്ല. ഓക്കെ. ഇതിന്റെ മുകളിൽ കയറിണ്ടായിരുന്നില്ല. അതെന്താ അതിനത്? ഈമലി ഞാൻ കേറിയാന്നല്ലോ. അല്ല, എൻ്റെ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് തേങ്ങയ്ക്ക് സ്ഥലം മാറിയായിരിക്കും. ഓറ് വരുന്നുണ്ട്. എന്നാ പിന്നെ ഇതൊന്ന് ശരിയാക്കി വെക്കണേ ദിനേശ് സെക്കൻഡേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അദാലത്ത് കടന്നേ. നിങ്ങൾ അടയ്ക്കാണ്ട് കൂടിയിട്ട് അത്രയായത്. ടെൻഷൻ അടിക്കണ്ട. എന്നാൽ വേഗം പൈസ എടുത്തോളൂ. ബിനോയെ ഒരു 13 ലക്ഷം റുപ്യ വരാനുണ്ട്. നീ പോകൂലേ? ശരി ദിനേശ, നിന്റെ ലോണൊക്കെ ഞാൻ പാസ്സാക്കിയതാ. പക്ഷേ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തപ്പോൾ ഒരു ഒബ്ജക്ഷൻ. എന്ത് ഒബ്ജക്ഷൻ? അതായത് ചേക്കൂട്ടിന്റെ പേരിലാണല്ലോ ഇന്ത്യ സ്ഥലമുള്ളത്. പക്ഷേ നിനക്ക് സ്ഥലം തന്നത് ദാമോദരനാണല്ലോ. അല്ല, ഈ ചേക്കുട്ടിയുടെ മോനാണ്. അതെ, എനിക്കറിയാം. ഈ അനന്തരാവകാശിയാണ് ദാമോദരൻ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് വക്കീൽ എഴുതിയത്. ഒരു കാര്യം ചെയ്യും, നിന്റെ പ്രശ്നമൊക്കെ എനിക്കറിയാം. അതെ, സഹകരണ വകുപ്പിൽ അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അത് എടുക്കാണ്ട് പറ്റില്ല. എന്തായാലും ശരിയാക്കാം. എന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരിയാക്കാം. പോട് 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 പോട്. ആയിക്കോട്ടെ. പാർട്ടീന്റെ വെങ്കാന്ന് വിചാരിച്ചത് കൈ നിർത്തി കൊടുക്കാൻ പറ്റുമോ? എന്നാ ഇത്